ഭക്തിനിർഭരമായി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരി ചടങ്ങ് 5:15 ക്ഷേത്രത്തിൽ നിറപുത്തരി ചടങ്ങ് നടന്നത്. ആചാരപ്രകാരം നഗരസഭാ ഭരണസമിതി നൽകിയ കതിർക്കറ്റകൾ കൊണ്ടൊരുക്കിയ നിറപുത്തരി ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു ഒട്ടനവധി ഭക്തജനങ്ങളും ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകാനായി MS വീണ ചേരുന്നുണ്ട്. വീണ, ഇപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും നിറപുത്തരി ചടങ്ങ് പൂർണ്ണമായിരിക്കുകയാണ്. അല്പം മുൻപാണ് ശബരിമലയിൽ നിറപുത്തരി ചടങ്ങ് പൂർത്തിയായിരിക്കുന്നത്. ആചാരപ്രകാരം തന്നെയാണ് എല്ലാം നടന്നിരിക്കുന്നതെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഭരണസമിതി നൽകിയ കതിർക്കറ്റുകൾ കൊണ്ടൊരുക്കിയ നിറപുത്തരി ചടങ്ങുകൾക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ച് ഒട്ടേറെ ഭക്തജനങ്ങളും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വീണ? അഞ്ജന, നമസ്തേ. ഭക്തി നിർഭരമായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെയാണ് നമുക്ക് തലസ്ഥാനത്തും കാണാൻ സാധിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനായി ദിവസവും നിരവധി ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ ഒരു നിറപുത്തരി ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ, ആ ഭഗവാന്റെ ആ ഒരു ചടങ്ങ് നടക്കുന്ന സമയത്ത് പങ്കെടുക്കുവാനും ഒപ്പം തന്നെ ആ ദർശന സായുജ്യത്തിനും നേടി നിരവധി ഭക്തരാണ് എത്തിയിട്ടുള്ളത്. ആ ഒരു ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് നിരവധി പേർ ക്ഷേത്ര അകത്തേക്ക് ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിന് പുറകിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ തിരക്ക് കാണാൻ സാധിക്കില്ല എങ്കിൽ പോലും ഉള്ളിൽ നിരവധി ഭക്തരുണ്ട് എന്നുള്ളതാണ്. ആചാരപരമായിട്ടുള്ള കാർഷിക സമൃദ്ധിയുടെയും ഒപ്പം തന്നെ ഒരു വർഷത്തിൻ്റെ അടുത്തൊരു വർഷം അത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒപ്പം തന്നെ കാർഷിക സംസ്കാരത്തിൻ്റെയും നന്മയുടെയും ഒക്കെ വിളിച്ചോതുന്ന ഒരു പരമ്പരാഗതമായിട്ടുള്ള ചടങ്ങാണ്. അത് എല്ലാ കൊല്ലവും മുടക്കം കൂടാതെ നടക്കുന്നു എന്നുള്ളതാണ്. ഇത്തവണ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന നിറപുത്തരി ചടങ്ങിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ് അടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾ അവർ പുത്തരിക്കണ്ടത്ത് കൃഷി ചെയ്ത നെൽക്കറ്റകൾ അത് ശിരസിലേറ്റിക്കൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ എത്തിച്ചത്. പത്മതീർത്ഥക്കരയിൽ അത് വളരെ ആചാരപൂർവ്വം സ്വീകരിക്കുകയും ആ നെൽക്കറ്റകൾ കൂടി ഇന്ന് ആ ഒരു നിറപുത്തരി ചടങ്ങിന് എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ നിരവധി ഭക്തരും എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഭക്തരുടെ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അന്യനാട്ടിൽ നിന്നുള്ളവരാണ് നിരവധി പേരാണ് സ്ഥിരമായി എത്തുന്നതെങ്കിൽ പോലും ഇന്ന് തലസ്ഥാന നഗരത്തിൽ നിന്നുള്ള നിരവധി പേർ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ദർശനത്തിനായി എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നെൽക്കതിർക്കറ്റകൾ, അതായത് നിറപുത്തരി പൂജ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമുള്ള നെൽക്കതിർക്കറ്റകൾ, ആ കറ്റകൾ കിട്ടുമ്പോൾ അത് വീട്ടിലേക്ക് കൊണ്ടെത്തിച്ച് ഉമ്മറക്കോലായിലേക്ക് കൊണ്ട് എത്തിക്കുന്നത് അത് ഒരു ആചാരപരമായിട്ടുള്ള ഒപ്പം തന്നെ ആ ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും വീടിൻ്റെ ഐശ്വര്യത്തിനുമൊക്കെ ലഭിക്കുമെന്നുള്ളതാണ് വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ, ആ പഴമയുടെയും ആ ഒരു പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ ഓർമ്മ വിളിച്ചോതുന്ന ചടങ്ങ് തന്നെയാണ് നടക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്നത് പോലെ തന്നെ ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിലും കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിലും ഇത്തരത്തിലുള്ള പൂജകൾ നടക്കുമെന്നുള്ളതാണ്. ആ നെൽക്കതിർകൾ പൂജിച്ച് കിട്ടുന്ന നെൽക്കറ്റകൾ ഏറ്റുവാങ്ങുവാനായിട്ടും നിരവധി ഭക്തർ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രാർത്ഥനയോടുകൂടി ആചാരപരമായി നടക്കുന്ന ഒരു ചടങ്ങാണ്. അന്തരീക്ഷത്തിലെ മാറ്റങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഭക്തർ ദർശനത്തിനായി എത്തുന്നത്. ഓരോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കൃഷിയെ സ്നേഹിക്കുന്ന, പാരമ്പര്യത്തെ അറിഞ്ഞിട്ടുള്ള ഓരോരുത്തർക്കും വളരെ പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ്. നിരവധി ഭക്തരാണ് വളരെ വേഗത്തിൽ ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോകുന്നത് കാണാൻ സാധിച്ചതെന്നുള്ളതാണ്. ചിലർ അമ്പലത്തിനുള്ളിലേക്ക് പോകുന്നില്ല എങ്കിൽ പോലും ഞാൻ നിൽക്കുന്ന ഈ പരിസരത്ത് വന്ന് തന്നെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അതേ വീണ, ഭക്തി നിർഭരമായി തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരി ചടങ്ങ് നടന്നു. 5:15 ക്ഷേത്രത്തിൽ നിറപുത്തരി ചടങ്ങ് നടന്നത്. ആചാരപ്രകാരം നഗരസഭാ ഭരണസമിതി നൽകിയ കതിർക്കറ്റകൾ കൊണ്ടൊരുക്കിയ നിറപുത്തരി ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചത് ഒട്ടേറെ ഭക്തരാണ്. അങ്ങനെ ഒരു ആചാര പെരുമയോടുകൂടി തന്നെ സന്നിധാനത്തും ശബരിമലയിലും ഒപ്പം തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും എല്ലാ വർഷം നടക്കുന്ന നിറപുത്തരി ചടങ്ങ് പൂർണ്ണമായിരിക്കുകയാണ്.